ടീം വെൽക്കം ടു ഗ്രാൻഡ് വിറ്റാര 80. അപ്പോൾ നമ്മുടെ 80 വണ്ടികളിൽ ഇപ്പം ഗ്രാൻഡ് വിറ്റാരയുടെ പുതിയ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വണ്ടികളിൽ നമുക്കിപ്പോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഹോൾഡ് ഫെസിലിറ്റിയാണ് വരുന്നത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് നമുക്കിപ്പം ഈ പറയുന്ന എല്ലാ വണ്ടികളിലും നമുക്ക് നോർമലി ഉണ്ടായിരുന്ന പാർക്കിംഗ് ബ്രേക്കിന്റെ ആ ഒരു ഹാൻഡിൽ നമുക്ക് അവൈലബിൾ അല്ല. സോ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്വിച്ചാണ് ഇതിന്റെ പാർക്കിങ്ങിന്റെ ബ്രേക്ക് വരുന്നത്. ഇപ്പം വണ്ടി സ്റ്റേഷനറി ആണ്. വണ്ടി ഞാൻ പാർക്കിംഗ് ഗിയറിലാണ് ഇട്ടിട്ടുള്ളത്. ഞാനിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് റെഡ് സിഗ്നൽ കാണാൻ വേണ്ടി റെഡ് ലൈറ്റ് എത്തും. അതിന്റെ അർത്ഥം വണ്ടി ഇപ്പം ഇലക്ട്രോണിക് പാർക്കിങ്ങിന്റെ അകത്താണ് കിടക്കുന്നതാണ്. ഇതേ സാധനം നമ്മളിപ്പോൾ ഞാൻ ഗിയർ ചേഞ്ച് ചെയ്തു, ഡ്രൈവിലേക്ക് മാറ്റി, പക്ഷെ വണ്ടി മൂവ് ആവുന്നില്ല. വണ്ടി നമുക്ക് സ്റ്റേഷനറി ആയിട്ട് തന്നെയാണുള്ളത്. കാരണം ഇത് ഈ പറയുന്ന മാതിരി പാർക്കിലാണ് ഉള്ളത്. ഇനി നമ്മളിത് റിലീസ് ചെയ്തു, താഴോട്ടേക്ക് പ്രസ് ചെയ്താൽ റിലീസായി നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി തുറന്ന് കാണാൻ വേണ്ടി പറ്റും. വണ്ടി ഇപ്പം മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമ്മളിത് വണ്ടി ബ്രേക്ക് ചെയ്തു, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇട്ട് നമുക്കിത് ഹോൾഡിൽ വെച്ചാൽ നമുക്ക് ഏത് ഗിയറിലും വണ്ടി ഇപ്പം ഹോൾഡായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ഫംഗ്ഷനാണ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിന്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഹോൾഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഇലക്ട്രോണിക് MID-നകത്ത് നമുക്ക് ആ ഹോൾഡ് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ബട്ടൺ ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾഡ് അവിടുന്ന് ഡിസപ്പിയർ ആവും. ഇനി ഗിയർ നമ്മൾ ഈ ഒരു നോബ് താഴോട്ടേക്ക് പ്രസ് ചെയ്താൽ പാർക്കിംഗ് ബ്രേക്ക് ഡിസേബിൾ ആവും. വണ്ടി മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി